PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ LDF വിശദമായി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIക്ക് അവരുടെ നിലപാട് പറയാൻ എല്ലാ അവകാശവുമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് അർഹമായ സാമ്പത്തിക വിഹിതം ലഭിക്കാത്തതാണ് കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നമെന്നും LDF കൺവീനർ പറഞ്ഞു. ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പിട്ട് എന്നാണല്ലോ ഇവിടെ വന്ന വാർത്തകൾ. ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. CPI അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുന്നണി യോഗം പല പ്രശ്നങ്ങളും കാരണം നീണ്ടുപോയതാണ്. അപ്പോൾ മുന്നണി യോഗത്തിൽ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കും, നിലപാടുകൾ സ്വീകരിക്കും. ഈ ഒപ്പിട്ട് എന്ന് പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. അത് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ പിന്നീട് പറയുക, അതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. LDF കൺവീനറാണ് കോഴിക്കോട്ട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായിട്ടുണ്ട്. CPI ഈ വിഷയത്തിൽ മറിച്ചുള്ള വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ച് അങ്ങനെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. PM ശ്രീ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഇപ്പോൾ LDFവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഈ വിഷയം LDF കൺവീനർ എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു ഭിന്ന നിലപാട് CPI ഈ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിൽ CPIക്കുണ്ട്. അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് LDF കൺവീനർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും എന്തൊക്കെയാണ്? ശരത്, PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ഈ വ്യവസ്ഥകൾ ഏതൊക്കെയാണ്, ഈ കരാറിലെ വ്യവസ്ഥകൾ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കഴിയൂ. അത് സ്വാഭാവികമായും LDF എന്നുള്ള നിലയിൽ മുന്നണി ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുന്നണി ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. വീണ്ടും ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും TP രാമകൃഷ്ണൻ പറഞ്ഞത് LDF ഈ വിഷയം ചർച്ച ചെയ്യും. CPI LDFിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. CPIക്കും മറ്റു പാർട്ടികൾക്കുമെല്ലാം ഈ വിഷയത്തിൽ അവരുടേതായ നിലപാട് പറയാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. എന്നാൽ പൊതു നയം എന്നുള്ള നിലയിൽ LDF ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കേരളത്തോട് കേന്ദ്രം കടുത്ത അവഗണന കാണിക്കുന്നു. കേന്ദ്ര വിഹിതം തരാതെ പിടിച്ചു വെക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതം വാങ്ങിയെടുക്കുക എന്നുള്ളത് ഒരു പൊതുനയമായി LDF അംഗീകരിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം വകുപ്പുകൾ ഏതെല്ലാം തരത്തിൽ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അതത് വകുപ്പുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ചർച്ച ചെയ്യുക, അത് പരിഹരിക്കുക എന്നുള്ളതാണ് LDFിൻ്റെ നയം. ഇത് മുമ്പും പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് സമവായത്തിലെത്താനും കാര്യങ്ങൾ പരിഹരിക്കാനും LDFിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയവും ആ നിലയിൽ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് TP രാമകൃഷ്ണൻ പ്രകടിപ്പിച്ചത്. CPIക്ക് അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട്. എന്നാൽ ഒരു അനൈക്യം LDF മുന്നണിയിൽ ഇല്ല എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. ശരത്.